നമ്മുടെ കേരള ഗ്രാമീൺ ബാങ്കിന്റെ ATM പിൻ നമ്പർ നമുക്കിങ്ങനെ എളുപ്പത്തിൽ നമ്മുടെ ATM കൗണ്ടർ വഴി ചേഞ്ച് ചെയ്യാം എന്ന കാര്യത്തെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്കിനി കൂടുതൽ കാര്യങ്ങളോട് തന്നെ പോകാം. അപ്പോൾ ഇതിന് നിങ്ങൾ ആദ്യമായിട്ട് തന്നെ കേരള ഗ്രാമീൺ ബാങ്കിൻ്റെ ഒരു ATM കൗണ്ടറിലോട്ട് പോയതിന് ശേഷം നിങ്ങളുടെ ATM കാർഡ് കൃത്യമായിട്ട് മെഷീനിലോട്ട് ഒന്ന് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. കാർഡ് ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്ക്രീനിൽ ഇത്തരത്തിൽ നമുക്കിവിടെ ഈ ട്രാൻസാക്ഷൻ നടത്താനായിട്ട് ആവശ്യമായിട്ടുള്ള ലാംഗ്വേജ് ഏതാണോ അത് ചൂസ് ചെയ്ത് കൊടുക്കേണ്ട മെസ്സേജ് വന്നതായിട്ട് കാണാം. അപ്പോൾ അത് നിങ്ങളുടെ ആവശ്യാനുസരണം കൃത്യമായിട്ട് തന്നെ ഒരു ലാംഗ്വേജ് ഇവിടെ ചൂസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ATM പിൻ നമ്പർ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാനായിട്ട് അവർ പറയുന്നുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് തന്നെ നമ്മുടെ നിലവിൽ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ 4 അക്ക ATM പിൻ നമ്പർ ഒന്ന് ടാപ്പ് ചെയ്യുക. അതിനുശേഷം ഇത്തരത്തിലുള്ള ഒരു ഏരിയയിലോട്ട് എത്തും. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ട്രാൻസാക്ഷൻ ഏതാണോ അത് ചൂസ് ചെയ്യേണ്ടത്. നമ്മളിവിടെ പിൻ ചേഞ്ച് ചെയ്യാൻ പോവുകയാണ്. അതുകൊണ്ട് മൂന്നാമതായിട്ടുള്ള പിൻ ചേഞ്ച് എന്നുള്ള ഏരിയയിൽ ഒന്ന് ടാപ്പ് ചെയ്തു. അതിനുശേഷമാണ് നമ്മളിപ്പോൾ പുതിയ പിൻ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ട ഏരിയയിലോട്ട് എത്തുന്നത്. അപ്പോൾ ഇവിടെ കൃത്യമായിട്ട് തന്നെ നിങ്ങളുടെ ഓർമ്മയിലിരിക്കുന്ന സെക്യൂർഡ് ആയിട്ടുള്ള ഒരു 4 അക്ക പിൻ നമ്പർ തന്നെ പുതുതായിട്ട് നിങ്ങൾ സെറ്റ് ചെയ്യാനായിട്ട് പരമാവധി ശ്രദ്ധിക്കുക. അത് കൃത്യമായിട്ട് എൻ്റർ ചെയ്തതിന് ശേഷം നിങ്ങൾ താഴെയുള്ള കണ്ടിന്യൂ എന്നുള്ള ഏരിയയിൽ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഇത്തരത്തിൽ ഈ സെയിം പിൻ നമ്പർ ഒരു തവണ റീ എൻ്റർ ചെയ്യാനായിട്ടുള്ള ഒരു മെസ്സേജ് വന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. അപ്പോൾ അതും കൃത്യമായിട്ട് നിങ്ങളവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക ആ നമ്പർ. അതിനുശേഷം ഒന്ന് കണ്ടിന്യൂ എന്നുള്ള ഏരിയയിൽ ടാപ്പ് ചെയ്യുക. പിന്നീട് നമ്മൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ കൃത്യമായിട്ട് തന്നെ നമ്മുടെ ട്രാൻസാക്ഷൻ ഇവിടെ കംപ്ലീറ്റ് ആകുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ എളുപ്പത്തിൽ നമുക്ക് നമ്മുടെ ATM പിൻ നമ്പർ നമുക്ക് ATM കൗണ്ടർ വഴി ചേഞ്ച് ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. നമ്മുടെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് പോവുക. അതേപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിച്ച് പോവുക.